അടുത്തതായി ഇൻസേർട്ട് ടാബിൽ മറ്റൊരു ഓപ്ഷനാണ് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ചില പ്രത്യേക ഭാഗങ്ങളുടെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഗൂഗിൾ ഹോം പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി ഞാൻ സ്ക്രീൻഷോട്ടിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീൻ ക്ലിപ്പിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. സോ എനിക്കപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച വിൻഡോ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ശേഷം ഞാൻ ഇത്രയും ഭാഗമാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഭാഗം സെലക്ട് ചെയ്യുക. ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൗസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഭാഗം ഒരു പിക്ചറായി തന്നെ നമ്മുടെ ഒരു പിക്ചർ രൂപത്തിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ആഡ് ആവുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെയുള്ള വിവിധ പ്രോഗ്രാമുകളിലെ സ്ക്രീൻഷോട്ടുകൾ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഈ ഒരു ഓപ്ഷൻ വഴി ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടോ കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സാധാരണയായി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള വേർഡുകൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് അത് ഓട്ടോ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി നമ്മളിപ്പോൾ ഒരു വേർഡിൻ്റെ സ്പെല്ലിംഗ് തെറ്റായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് അതിൻ്റെ കറക്റ്റ് ഫോമിലാക്കി മാറ്റുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഓട്ടോ കറക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചേഞ്ച് എന്ന വേർഡിൻ്റെ യഥാർത്ഥ സ്പെല്ലിംഗ് CHANGE എന്നാണ്. ഈ ഓട്ടോ കറക്ഷൻ എന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ CHNAGE എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും CHNAGE എന്നത് CHANG എന്ന് ആക്കി ഓട്ടോ കറക്റ്റ് ചെയ്യുകയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ചെയ്യുന്നത്. സോ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. സോ നമ്മൾ KOCI എന്ന് അറിയാതെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൊച്ചി എന്നായി മാറേണ്ടതുണ്ട്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫയൽ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് താഴെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ടുള്ള എല്ലാ വേർഡിൻ്റെയും ഓട്ടോ കറക്ഷൻ ഉള്ള എല്ലാ വേർഡിനെയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങൾ FIDN എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഓട്ടോ കറക്റ്റ് ഉപയോഗിച്ച് മൈക്രോസോഫ്റ്റ് വേർഡ് അത് ഫൈൻഡ് എന്ന് തന്നെ ആക്കി മാറ്റുന്നതാണ്. സോ ഇതേ രൂപത്തിൽ നമുക്ക് കൊച്ചിയെ KOCI എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊച്ചിയാക്കി എങ്ങനെ മാറ്റുമെന്ന് നോക്കാം. സോ ആദ്യം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് KOCI എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം ഇവിടെ KOCHI എന്ന് ടൈപ്പ് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഇവിടെ തെറ്റായി എഴുതുന്ന വേർഡ് ഈ ഫസ്റ്റ് കോളത്തിലും അതിൻ്റെ ശരിയായ വേർഡ് സെക്കൻഡ് കോളത്തിലും ഇതുപോലെ എൻ്റർ ചെയ്യുക. ശേഷം ഇവിടെ ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഈ ഒരു വേർഡ് ഇതിൽ ആഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ KOCI എന്ന് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ, ഈ ഓപ്ഷൻ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അത് കൊച്ചിയായി മാറുന്നതാണ്. സോ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ KOCI എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയും അത് ഓട്ടോമാറ്റിക്കായി കൊച്ചി എന്ന് ആക്കി നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള വേർഡുകൾ ഇത്തരം ഓട്ടോ കറക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പ്രിൻ്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫയലിൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്രിൻ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റർ എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം നമ്മൾ ഏത് പ്രിൻ്റാണോ, നമ്മുടെ പ്രിൻ്റർ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പ്രിൻ്റർ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. സോ ആ പ്രിൻ്റർ നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എത്ര കോപ്പിയാണോ വേണ്ടത്, ഒരു കോപ്പിയാണോ അല്ലെങ്കിൽ 2 കോപ്പിയാണോ, എത്ര കോപ്പിയാണോ വേണ്ടത് അത്രയും എണ്ണം നമ്മളിവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രിൻ്റ് ഓൾ പേജസ് ആണോ അല്ലെങ്കിൽ കറണ്ട് പേജസ് ആണോ, നമ്മളിപ്പോൾ നിൽക്കുന്ന പേജ് മാത്രമാണോ അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. പോർട്രേറ്റ് വേണോ അതോ ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ വേണോ, ഇവിടെ നിന്നും നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രിൻ്റ് പ്രീവ്യൂ നമുക്ക് ഈ സൈഡിൽ ഇതുപോലെ കാണാൻ കഴിയുന്നതാണ്. സോ ബാക്കി മാർജിൻസും എല്ലാം നിങ്ങൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം മാത്രം നിങ്ങൾ ഈ പ്രിൻ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഗ്രാമർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ റിവ്യൂ എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ
സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ഈസ് കംപ്ലീറ്റ്. ഒരു എററും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കോ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോ ഞാനിവിടെ ഈ ഇൻക്ലൂഡഡ് എന്ന് പറയുന്നതിൻ്റെ ഇവിടുന്ന് ഒഴിവാക്കുന്നു. സോ അപ്പോൾ അവിടെ എന്തായാലും ഒരു എറർ സാധ്യമാണ്. സോ അതിനുശേഷം ഞാൻ വീണ്ടും ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഭാഗം എററായി കാണിക്കുകയും സ്പെല്ലിംഗ് മിസ്റ്റേക്കായി കാണിക്കുകയും അതിൻ്റെ സജഷൻസ് നമുക്ക് ഇവിടെ തരുന്നതാണ്. സോ നമ്മളുടേത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ ആ ഇൻക്ലൂഡഡ് എന്ന് പറയുന്ന വേർഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ വേർഡ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അടുത്തതായി വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഐക്കണാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ എത്ര പേജസ് ഉണ്ടെന്നും അതുപോലെ എത്ര വേർഡ്സ് ഉണ്ടെന്നും അതുപോലെ എത്ര ക്യാരക്ടേഴ്സ് വിത്തൗട്ട് സ്പേസ് കൂടാതെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നും സ്പേസോട് കൂടി എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നും എത്ര പാരഗ്രാഫ് ഉണ്ടെന്നും എത്ര ലൈൻസ് ഉണ്ടെന്നും എല്ലാം നമുക്ക് വ്യക്തമായ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വിൻഡോയിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ പാരഗ്രാഫ് മറ്റൊരു ഭാഷയിലോട്ട് തർജ്ജമ ചെയ്യുന്നതിന് ഉപയോഗിക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഈ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. സോ ട്രാൻസ്ലേറ്റ് സെലക്ഷൻ ആണെങ്കിൽ സെലക്ട് ചെയ്ത ഭാഗം മാത്രം ട്രാൻസ്ലേറ്റ് ആകും. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ വോൾ ഡോക്യുമെൻ്റ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻ്റ് എന്ന് സെലക്ട് ചെയ്യുന്നു. സോ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാം. സോ ഇതിൽ ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. സോ ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യുന്നു. മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ട്രാൻസ്ലേറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ പാരഗ്രാഫ് മലയാളത്തിലോട്ട് മാറിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തതായി നമ്മുടെ ഡോക്യുമെൻ്റ് ഒരു പാസ്വേഡ് ഉപയോഗിച്ച് എങ്ങനെ സെക്യൂർ ചെയ്യാമെന്ന് നോക്കാം. സോ അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ സാമ്പിൾ എന്ന് പറയുന്ന ഫയലാണ്, ഈ ഡോക്യുമെൻ്റാണ് പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഫയലിൽ പോയതിന് ശേഷം ഇൻഫോ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്രൊട്ടക്റ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളോട് ഇവിടെ ഏത് പാസ്വേഡാണ് വേണ്ടതെന്ന് ചോദിക്കും. സോ ഞാനിവിടെ 123 എന്ന് എൻ്റർ ചെയ്തു. അത് വീണ്ടും നിങ്ങളോട് കൺഫേം ചെയ്യാൻ ചോദിക്കും. സോ എഗെയിൻ ഞാൻ 123 എന്ന് എൻ്റർ ചെയ്തു. ഓക്കെ ചെയ്തു. ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് പ്രൊട്ടക്റ്റഡ് ആയി. ഇനി ഞാനിത് ക്ലോസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഡോക്യുമെൻ്റ് ഈ സാമ്പിൾ എന്ന് പറയുന്ന ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്ന സമയത്ത് എന്നോട് ഞാൻ എൻ്റർ ചെയ്ത പാസ്വേഡ് എന്നോട് ചോദിക്കും. സോ ഞാനിവിടെ 123 എൻ്റർ ചെയ്യുന്നു. എനിക്ക് ആ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു പാസ്വേഡാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നതാണ്. സോ ഇനി ആ പാസ്വേഡ് എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഫയലിൽ വീണ്ടും പോയതിന് ശേഷം ഇൻഫോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് ഈ പാസ്വേഡ് മുഴുവൻ സെലക്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കി മാറ്റുകയാണെങ്കിൽ എനിക്ക് ആ പ്രൊട്ടക്ഷൻ ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ഇനി ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നോട് ആ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ പാസ്വേഡ് ഡിലീറ്റ് ചെയ്തിരുന്നു. അടുത്തതായി നമുക്കൊരു ഡോക്യുമെൻറ്റിൽ എങ്ങനെ വാട്ടർമാർക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ ഡിസൈൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലിവിടെ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള കുറച്ച് വാട്ടർമാർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് കോൺഫിഡൻഷ്യൽ ടു, അതുപോലെ ഡു നോട്ട് കോപ്പി എന്നീ 4 തരത്തിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള വാട്ടർമാർക്കുകൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ ഇതിൽ എനിക്ക് ഇതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാട്ടർമാർക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ആവുന്നതാണ്. സോ ഇനി നമ്മളിതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ നമ്മൾ ഈ ഡോക്യുമെൻറ്റ് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന ലെറ്റർ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ പേജിൽ പ്രിൻ്റ് ആവുന്നതാണ്. സോ ഇതുപോലെ വിവിധ തരത്തിലുള്ള വാട്ടർമാർക്ക് മെസ്സേജുകൾ ഇവിടെ നൽകാൻ കഴിയും. അടുത്തതായി ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന റിമൂവ് വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത വാട്ടർമാർക്ക് റിമൂവ് ആയി പോകുന്നതാണ്. അതുപോലെ നമുക്കിവിടെ കസ്റ്റം വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതിലാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അത് നമുക്ക് വാട്ടർമാർക്കായി സെറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിന് ഞാനിവിടെ ടെക്സ്റ്റ് വാട്ടർമാർക്ക് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. സോ അതിനുശേഷം ഞാനിവിടെ സാമ്പിൾ എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു.
സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ എൻ്റർ ചെയ്ത ആ മെസ്സേജ്, സാമ്പിൾ എന്ന മെസ്സേജ് ഇവിടെ വാട്ടർമാർക്കായി വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പിക്ചറുകളും വാട്ടർമാർക്കായി ഇവിടെ നൽകാൻ കഴിയുന്നതാണ്. സോ അതിന് വീണ്ടും നമ്മൾ കസ്റ്റം വാട്ടർമാർക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിക്ചർ വാട്ടർമാർക്ക് എന്നുണ്ടായിരിക്കും. ഇതിൽ സെലക്ട് പിക്ചർ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പിക്ചറുകൾ ഇവിടെ ലഭ്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇതുപോലെ കാണാൻ കഴിയും. നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ അവിടെ ഒരു വാട്ടർമാർക്കായി വന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇനി ഇവിടെ ഇതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ നോക്കുമ്പോൾ ആ ഒരു പിക്ചർ ഇവിടെ നിങ്ങൾക്ക് വാട്ടർമാർക്കായി കാണാൻ കഴിയും.